ഹോളിവുഡ് ലെവൽ മേക്കിംഗ്. അതിൽ ഇന്ത്യൻ കത്തിയും രാജ്യസ്നേഹവും കുത്തിക്കയറ്റിയാൽ എങ്ങനെയിരിക്കും? നോ ഡൗട്ട് ഇങ്ങനെയിരിക്കും. ആദ്യം ഈ ബഡേ മിയാനെയും ചോട്ടെ മിയാനെയും ഒന്ന് പരിചയപ്പെടാം. അതായത് അവരുടെ സ്വഭാവം, ശക്തി, കേപ്പബിലിറ്റീസ്, അങ്ങനെ ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും കൂളായി കാണുന്നവർ. അതിപ്പോൾ സുനാമി വന്നാൽ പോലും അതും ഞങ്ങൾക്ക് തടയാൻ കഴിയും എന്ന രീതിയിൽ നിന്ന് എന്തേലും ചളിയടിക്കണം. പിന്നെ ഈ ബഡേക്ക് ഈഗോ കൂടുതലാണ്. ഇപ്പോഴുള്ള സിനിമകളിൽ ഈഗോയും ഒരു ഭാഗമാണല്ലോ. തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ഒരു ഇന്ത്യൻ അംബാസഡറെയും ഫാമിലിയെയും രക്ഷിക്കുന്ന ഒരു ഭാഗമാണ്. ഈ ബഡേയും ചൂട്ടയും ചെല്ലുന്ന കാര്യം അറിഞ്ഞ ഉടനെ ഓടിപ്പോയിരുന്നെങ്കിൽ അതായിരുന്നു തീവ്രവാദികൾക്ക് നല്ലത്. കാര്യം 2 പേരേ ഉള്ളൂ. തീവ്രവാദികൾ ഒരു 100 പേരുണ്ടെങ്കിലും അവരെയെല്ലാം തകർത്ത് അതിവിദഗ്ധമായി തടവുകാരെ രക്ഷിക്കുന്നു. അതിനിടയിൽ ഒരു പ്രധാന ടെററിസ്റ്റ് ലീഡറെ കൊല്ലാനും അവർ സമയം കണ്ടെത്തുന്നു. അങ്ങേർക്ക് ഒളിച്ചിരുന്നിടത്ത് വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു. ജനൽ വഴി ഒളിഞ്ഞു നോക്കിയത് ബഡയും ചോട്ടയും കണ്ടു. എന്തായാലും അങ്ങേരെ കൂടി കൊല്ലാൻ ബാക്കിയുള്ള ടെററിസ്റ്റ് സമയം കൊടുക്കുകയാണ്. അയാളെ കൊന്നുകഴിഞ്ഞു വന്നപ്പോഴേക്കും ചേസിംഗ് ആയി. എന്നാലും കാര്യമില്ല, ആക്ടിങ് വെച്ച് അത്ര അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട ക്യാരക്ടേഴ്സ് ഒന്നും ഈ സിനിമയിലില്ല. അടി ഇടി വെടി പുക, പിന്നെ ഡാൻസ്. ടൈഗർ ഷെറോഫ് ഓക്കെ. ഈ സിനിമ കാണാനുള്ള പ്രധാന കാരണം വില്ലൻ പൃഥ്വിരാജ് ആണെന്നത് ആയിരുന്നു. മോശം പറയരുതല്ലോ. ഈ സിനിമയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരുന്നതും കബീർ എന്ന ഈ ക്യാരക്ടറിനെ തന്നെയായിരുന്നു. കബീറും ബഡയും ചോട്ടയും ഇയേഴ്സ് അഗോ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. 15 വർഷമായിട്ട് കബീർ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു AI പ്രോജക്റ്റ്. ഒരാളുടെ DNA എൻക്രിപ്റ്റ് ചെയ്ത് അയാളെപ്പോലെ തന്നെയുള്ള ഒരു AI ക്രിയേറ്റ് ചെയ്യുന്നു. സോൾജേഴ്സ് വാറിൽ മരിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ ഒരു പരിധിവരെ ഇതുകൊണ്ട് സാധിക്കും. ഇത് കേൾക്കുമ്പോൾ മേലുദ്യോഗസ്ഥരുൾപ്പെടെ ആദ്യം സപ്പോർട്ട് ചെയ്യുന്നു. ഈ റോബോട്ട്സ് ചെയ്യുന്നത് നമ്മുടെ ഓർഡേഴ്സ് ആയിരിക്കും, ഒരു ബ്രെയിൻ കൺട്രോൾഡ് മെഷീൻസ് പോലെ. ഇത് കേട്ടതും അവിടെ നിന്ന് സകലമായ പേരും കബീറിനെതിരെ തിരിയുകയാണ്. അല്ല, ഈ റോബോട്ട്സ് ഇങ്ങനെയല്ലാതെ പക്കാ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന മാതിരി ഉണ്ടാക്കി വിടാനൊക്കുന്ന കാര്യമാണ്. ഒരു കറപ്റ്റഡ് ഓഫീസറാണ് ഈ റോബോട്ട്സിനെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നാടുമറ്റം നശിപ്പിക്കില്ലേ എന്നതാണ് ന്യായം. ബഡയും ചോട്ടയും മനസാക്ഷി വിട്ടൊന്നും ചെയ്യാറില്ല. സോൾജേഴ്സിന് അതാണ് പ്രധാനം. പിന്നെ രാജ്യസ്നേഹം. അങ്ങനെ ഓരോന്ന് പറഞ്ഞു 15 വർഷം കൊണ്ട് ഈ പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി സ്വന്തം രാജ്യത്തിന് നൽകാമെന്ന് കരുതിയത് രണ്ടാമതൊരു ചർച്ചയ്ക്ക് പോലും നിൽക്കാതെ സ്പോട്ടിൽ നിർത്തിക്കൊള്ളാൻ ഓർഡർ ഇടുന്നു. അങ്ങനെ കബീർ വില്ലനാവുന്നു. പുള്ളി പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ത്യക്ക് വേണ്ടെങ്കിൽ വേണ്ട, അങ്ങേര് മര്യാദയ്ക്ക് ചോദിച്ചാൽ വന്നു. വേറെ രാജ്യങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ സമ്മതിക്കത്തുമില്ല. പട്ടി തിന്നുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. കബീറിനെ ജീവനോടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണമെന്ന് മേജർ ഓർഡർ ഇടുന്നു. എന്നാൽ ഇവരുടെ ഈഗോയ്ക്കിടയിൽ കബീറിനെ കൊന്നുകളയുകയാണ്. നമ്മുടെ മേജർ പറഞ്ഞ മനസാക്ഷിയുള്ള സോൾജേഴ്സ് ഓർഡേഴ്സ് അതേമാതിരി അനുസരിക്കുമെന്ന് വീം വിളിക്കുക. കബീറിനെ കൊല്ലാതെ കൊണ്ടുവരണമെന്ന് മര്യാദയ്ക്ക് പറഞ്ഞതാ. ഇതാരാണോ എഴുതിപ്പിടിപ്പിച്ചത്? ഏതായാലും ബഡയും ചോട്ടയും കബീറിനെ കൊന്നുകൊണ്ട് മിലിറ്ററിയിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട്. ശരിക്കും മരിക്കുന്നത് കബീറിൻ്റെ ക്ലോണാണ്. അങ്ങനെ കബീർ വീണ്ടും മടങ്ങി വരുന്നു. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായി ഇന്ത്യ കരൺ കവചമുണ്ടാക്കുകയാണ്. അതിങ്ങനെ ഇന്ത്യക്ക് മൊത്തം ഒരു പാനൽ പോലെ നിൽക്കും. ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള മിസൈലും ബോംബും ഒക്കെ ഇതിൽ തട്ടി തകർന്നു പോകും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തതോടെ നമ്മുടെ വിമാന കമ്പനികൾക്ക് നഷ്ടമാകും. കാരണം ഈ പാനൽ കടന്ന് പോകാൻ പറ്റൂല്ലോ. എന്നിട്ട് ഈ സാമാനം ഒരു മൈക്രോ ഹാർഡ് ഡ്രൈവിലാക്കി സൊനാക്ഷി സിൻഹയുടെ ബ്രെയിനിൽ സൂക്ഷിക്കുന്നു. കബീർ സൊനാക്ഷിയെ തല തട്ടിക്കൊണ്ടുപോകുന്നു. ഈ ഭാഗം സിനിമയുടെ ആദ്യം കാണിക്കുന്നുണ്ട്. ഒരു പെട്ടി എടുത്തുകൊണ്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പെട്ടിയിലിട്ട് കൊണ്ടുപോകാൻ ഇതെന്നെ പട്ടിപ്പിക്കുക. കബീറിൻ്റെ മാസ്റ്റർ പ്ലാനിൽ തന്നെ തള്ളിപ്പറഞ്ഞവരെ എല്ലാം തിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ടെറർ മാസ്കും വെച്ച് പേടിപ്പിച്ചിറങ്ങിയ കബീർ ഇനി ഇന്ത്യൻ വില്ലനാവുകയാണ്. എന്തും നശിപ്പിക്കാൻ പറ്റിയ ആയുധങ്ങൾ കയ്യിലുണ്ടായിട്ടും 2 ഉണക്കക്കമ്പിൽ പെടയും ചോട്ടയും കെട്ടിയിട്ടിട്ട് താഴെ തീയും കൊടുത്തിട്ട് അയാൾ തിരിച്ചു പോവുകയാണ്. ചങ്ങലകൾ വലിച്ചു പൊട്ടിച്ചവർ വരുന്നു. ആർക്കും എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കാനാണ് പ്രിയയുടെ ബ്രെയിനിൽ കരൺ കവച് സൂക്ഷിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായി കബീർ അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു. ഇതാണല്ലേ സേഫ്റ്റി. പൊളിച്ചു. എന്തായാലും ക്ലൈമാക്സ് ഫൈറ്റ്സ് നന്നായിട്ടുണ്ട്. ബഡയും ചോട്ടയും അവരുടെ തന്നെ ക്ലോൺസിനോടുള്ള ഫൈറ്റ്. പിന്നെ സെക്കൻഡുകളുടെ കളിയാണ്. കവചം മാറ്റിയതിനു ശേഷം ചൈനയ്ക്കും പാകിസ്ഥാനും മിസൈൽ അയക്കുന്ന കബീർ. ഇതൊക്കെ നടക്കുമ്പോഴും ഇതൊക്കെ എന്ത് എന്ന രീതിയിൽ ചളി കോമഡി അടിക്കുന്ന നായകന്മാർ. എന്തായാലും അന്തിമ വിജയം അവർക്കാണല്ലോ. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഒരു ബെസ്റ്റ് ഐഡിയ പറഞ്ഞപ്പോൾ അവനെ എല്ലാവരും തള്ളിപ്പറഞ്ഞു. അതുകൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് അങ്ങേര് കാണിച്ചല്ലോ. ഹാറ്റ്സ് ഓഫ് ടു കബീർ. വെറുതെ ടൈം പാസിന് വേണ്ടി കാണാവുന്ന ഒരു സിനിമയാണ്. കാണുമ്പോൾ ലോജിക്സ് ഒക്കെ എടുത്ത് ദൂരെ വെക്കണം. തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല രീതിയിൽ ക്യൂട്ട്നെസ് കാണിച്ച് വെറുപ്പിച്ച് വെച്ചേക്കുന്ന അലയ ജീനിയസ്. ഇതിന് ഒരു കഴിവ് വേണം. എന്തായാലും കവചം ഡീആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് വിമാന കമ്പനികളെ അറിയിച്ചിരുന്നെങ്കിൽ നന്നായേനെ. ആ സമയം കൊണ്ട് ഒരെണ്ണമെങ്കിലും അവർ സർവീസ് ചെയ്തേനെ.
അവർക്കും ജീവിക്കണ്ടേ?